ഇപ്പോൾ യൂറോപ്പിലായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, ഇനി മറ്റേത് സ്ഥലത്താണെങ്കിലും ആരോഗ്യ രംഗത്ത് നമ്മളത്ര വികസനം അവിടെ ഒന്നും ഇല്ല എന്നുള്ളതാണ് പ്രധാന കാരണം. നമുക്കിപ്പം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ സംവിധാനങ്ങൾ വളരെ വലുതാണ്. മറിച്ച് ഇപ്പം ഇതിൻ്റെ അടുത്തൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുക തന്നെ 2-3 മാസത്തിനാണ്. അപ്പോഴത്തെ രോഗി മരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ വികസിച്ചില്ല, നമ്മൾ ഡെവലപ്പല്ല. ചൈനയിൽ ഞാൻ പോയ കാര്യം ഇതിന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ അവിടെ എല്ലാം ഡെവലപ്പായപ്പോൾ ചൈനയിൽ എനിക്കുണ്ടായ ഒരു കാര്യം, ചെറിയൊരു കാര്യത്തിന് ഞാനൊരു ക്ലിനിക്കിൽ പോയപ്പം എനിക്ക് ഇവിടുത്തെ 2000 രൂപ വരെ ചിലവ് വന്നു. അതും അവിടുത്തെ ഗവൺമെൻറ് സിസ്റ്റത്തിൽ. ഇവിടെയാണെങ്കിൽ അത് ഫ്രീ ആണ്. നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ഇത്രത്തോളം ഡെവലപ്പായത് മറ്റൊരു രാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തുമില്ല. നാട്ടും പ്രദേശത്ത് വരെ ഹെൽത്ത് സെൻ്ററിൻ്റെ സിസ്റ്റം പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് തുടങ്ങും. നമ്മളെ സർക്കാർ സംവിധാനങ്ങൾ, അതായത് ഈ അംഗനവാടികളിലൊക്കെ അവർക്ക് പോഷകാഹാരങ്ങളൊക്കെ കൊടുക്കുന്ന സിസ്റ്റം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഡെലിവറി ടൈമിൽ ഒക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മളെല്ലാം ഈ പ്രൈവറ്റിൻ്റെ പുറകിൽ ഓടുന്നതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കാത്തത്. പക്ഷേ ഗവൺമെൻറ് ഇതിന് ഒരു കുട്ടി ജനിച്ച് വളർന്ന് പഠിച്ച് വലുതാകുന്നവരെ അവർക്കുള്ള സംവിധാനങ്ങൾ നമ്മളെ കേരളത്തിലുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കാതെ നമ്മളെ കേരളത്തെ മോശമാണ്, ആരോഗ്യരംഗം മോശമാണെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ കേരളം ഇതിലൊക്കെ നമ്പർ 1 തന്നെയാണ്.